അനുബന്ധ വാളികളും മറ്റും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും ഗൂഢാലോചന നടത്തിയതിന് കേസുണ്ടല്ലോ. എന്ത് കേസ്? എന്ത് ഗൂഢാലോചന? മൗനാനുവാദം നൽകിയതാണോ ഗൂഢാലോചന? ഗൂഢാലോചന നടത്തിയതിന് കേസെടുക്കാലോ. ശ്രീ അഭിലാഷേ, തന്ത്രിയെ കുടുക്കി ബാക്കി ആൾക്കാരിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രമാണ്. വിശ്വാസമുണ്ട്, ഹൈക്കോടതിയിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാ പറയുന്നത്. ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴും. അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അയ്യോ, 100%. അയ്യപ്പനിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് 5 അംഗ സുപ്രീം കോടതിയുടെ ബെഞ്ചിന്റെ ഉത്തരവ് ഞങ്ങൾ മറികടന്നത്. ആ അയ്യപ്പൻ ഈ വിഷമഘട്ടങ്ങൾ കടത്തിത്തെറിയാതെ ചെയ്യും ഉറപ്പായിട്ട്. അതെ, അത് നമുക്ക് നോക്കാം. എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിലും എത്തുമല്ലോ. ഇപ്പൊ എന്തായാലും കോടതികളുടെ മുമ്പിലുണ്ട്, അവര് പരിശോധിക്കട്ടെ. ഇവിടെ ഇപ്പോ ഒരു അന്വേഷണ സംഘമല്ലേ രാഹുൽ ഈശ്വർ? ആ അന്വേഷണ സംഘം അങ്ങനെയാണെങ്കിൽ നാളെ പത്മകുമാറിന് ഇതേ ന്യായം പറഞ്ഞൂടെ? ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തപ്പം മിനിറ്റ്സിലൊന്ന് ഒപ്പിട്ട് പോയി, മിനിറ്റ്സിൽ ഒപ്പിട്ടതിനാണ് എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയട്ടെ. സമാധാനത്തോട് ശ്രീ പത്മകുമാർ സാറിനുള്ളത്. ഞാൻ സമാധാനത്തോടൊരു കാര്യം പറയാം, ക്ഷമിക്കണം സമയം എടുക്കുന്നതിന്. പത്മകുമാർ സാറിനും വാസു സാറിനും എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോ ഡ്യൂട്ടി പരമായ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണ്. തന്ത്രിക്ക് ഇതിലില്ല. കാര്യം ഇതൊരു ആചാരപരമായ കാര്യമല്ല. നാളെ പൂജയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമോ? ആചാരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമോ? സാക്ഷാൽ പിണറായി വിജയൻ അവർ വിചാരിച്ചിട്ട് പോലും കണ്ഠരര് രാജീവർ ധൈര്യത്തോടെ എണീച്ചതെന്ന് പറഞ്ഞതാണ്, യുവതികൾ കയറിയാൽ ഞാൻ നടയടച്ചിട്ട് പോകുമെന്ന്. അത് പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ് കണ്ഠരര് രാജീവർ. അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ അവിടെ ആചാര ലംഘനമോ വിശ്വാസ ലംഘനമോ നടന്നാൽ താൻ അവിടെ നടയടച്ചിട്ട് പോകുമെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വാസം, ആചാരം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് അവകാശം. അഡ്മിനിസ്ട്രേറ്റീവായ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. ഈ പോയിന്റുകൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കോടതികൾ ശ്രദ്ധിക്കുമെന്നും വിശിഷ്യ ഹൈക്കോടതി ശ്രദ്ധിക്കുമെന്നും അഡ്മിനിസ്ട്രേറ്റീവായ വീഴ്ചയ്ക്ക് ആചാര കാര്യങ്ങളിൽ ഇടപെടുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്, ഫോക്കസ് തെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ദേവന്റെ അനുജ്ഞ എന്തായാലും SITയോട് ദേവൻ പറഞ്ഞു കാണില്ല. ബാക്കി ആരോട് പറഞ്ഞാലും അയ്യപ്പസ്വാമിയുടെ അനുജ്ഞയുടെ ഡീറ്റെയിൽസ് SITക്ക് കിട്ടിക്കാണില്ലെന്ന് മിനിമം അമ്പലങ്ങളെ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്ര നിലയില്ലാത്ത കള്ളക്കേസ് എടുക്കരുത്. ഇത് നിങ്ങൾ മീഡിയക്കാർ എണീച്ച് നിന്ന് എതിർക്കണം. ഇത് വളരെ ഫ്രിവലസ് കേസാണ് എന്ന കാര്യത്തിൽ തന്ത്രി എന്താണ് SITക്ക് മൊഴി കൊടുത്തത് എന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്റെ രാഹുൽ ഈശ്വര, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷിച്ചു. അത് ഈ നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് അന്വേഷിച്ചു, ഇല്ലെങ്കിൽ കോടതി നടക്കുന്ന ഇൻ ക്യാമറ പ്രൊസീഡിംഗ് നമ്മൾ എങ്ങനെ അറിയാനാ? നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തയാണ്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അഭിലാഷ് ഒരു ഡി മണിയെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയില്ലേ? ഡി മണി ഭയങ്കര ദാവൂദ് മണി എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തില്ലേ? ഡി മണിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. മാധ്യമങ്ങളിലൂടെ ആരെയും വേട്ടയാടുന്നത്. ഒരു കാര്യം കൂടെ, ഇത് ശങ്കർദാസ് സാറിനെയും ചെയ്യരുത്. 83 വയസ്സായ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനെ പിടിച്ച് ജയിലിൽ ഇടരുത്. ഇത് പറയുന്നതിന്റെ കാര്യം എനിക്ക് ശങ്കർദാസ് സാറിനെ പരിചയമുള്ളതുകൊണ്ടല്ല, മിനിമം മനുഷ്യത്വമാണ്. ട്രയൽ വരട്ടെ, അതിനു മുമ്പ് ആൾക്കാരെ പിടിച്ചിട്ട് ഒരു മീഡിയ പബ്ലിസിറ്റിയോ മീഡിയ ഒരു ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ വേണ്ടി ഈ കാര്യം ചെയ്യരുത്. അത് ബാധകമാണ്. ശങ്കർദാസിന് മാത്രമാണോ ബാധകം? അതോ എല്ലാവർക്കും ബാധകമാണ്? അല്ലെന്ന് ആര് പറഞ്ഞു? അതുകൊണ്ടാണ് ഞാൻ ഇന്നും പത്മകുമാർ സാറിന് വിളിക്കുന്നത്, ഇന്നും വാസു സാറിന് വിളിക്കുന്നത്. അതിന് എന്നെ ആൾക്കാർ ചീത്ത വിളിക്കാറുണ്ട്. ഇത് മനുഷ്യരല്ലേ? മാത്രമല്ല അഭിലാഷ്, ഓർക്കേണ്ട കാര്യം എന്താ അറിയാമോ? ഇവരെല്ലാമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അമ്പലങ്ങളുള്ളവരാ. ശബരിമല തന്ത്രിമാർക്ക് ലോകത്ത് 16-15 രാജ്യങ്ങളിൽ അമ്പലങ്ങളുണ്ട്, ആയിരക്കണക്കിന് അമ്പലങ്ങളുണ്ട്. അവരെ എല്ലാം ഇത് അഫക്ട് ചെയ്യും. ഇവരെ നിങ്ങൾ മീഡിയക്കാർ കരിവാരിത്തേക്കുമ്പോ ഇത്രയും അമ്പലങ്ങളെ കൂടാ ബാധിക്കുന്നേ. ഇതൊരു എക്കോസിസ്റ്റത്തെ തകർക്കലാണ്, ഹിന്ദു വിശ്വാസത്തെ തകർക്കലാണ്. പണ്ട് ഞാൻ ഒരു 10-15 കൊല്ലം മുമ്പ് പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന ജസ്റ്റിസ് പരിപൂർണനും അന്നത്തെ തന്ത്രിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഓർത്തുപോവാണ്. അന്ന് പത്രത്തിന്റെ 1-ാം പേജിൽ വന്നത് ജസ്റ്റിസ് പരിപൂർണൻ സ്വാമി ശബരിമല തന്ത്രിയോട് ചോദിച്ചു, ഗായത്രി മന്ത്രം ചൊല്ലാമോന്ന്. അപ്പോ ഗായത്രി മന്ത്രം അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്, ഗണപതിയുടെ നാളിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ചില പോരായ്മകൾ വന്നു കണ്ഠര് മഹേശ്വർ തുറന്ന് സമ്മതിച്ചതല്ലേ? പരിപൂർണൻ സ്വാമി കൂടിയായ കണ്ഠര് മഹേശ്വർ സമ്മതിക്കുകയും മറ്റും ചെയ്തതല്ലേ? ഇത് ശരി, ഇതായിരുന്നോ ഗായത്രി മന്ത്രം എന്ന് തന്ത്രി ചോദിച്ചതാണ്. ഗണപതിയുടെ നാളിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. മഹേശ്വർ അടക്കം മഹേശ്വർ അടക്കം അത്തരം കാര്യങ്ങൾ ഓണപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. അല്ല, അത് ലോകമെമ്പാടുമുള്ള കീർത്തി ഇപ്പൊ ഈ അറസ്റ്റ് കൊണ്ട് പോകുന്നു പറഞ്ഞതുകൊണ്ട് പറഞ്ഞത്, അല്ലാതെ അത് പറയാൻ വിചാരിച്ച് പറഞ്ഞല്ല കേട്ടോ.
ഭയങ്കര കീർത്തിയാണ്. അതിപ്പോ ഈ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലോടുകൂടി കീർത്തിയൊക്കെ നഷ്ടപ്പെടും, ലോകത്തെല്ലായിടത്തും വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തെ കുടുക്കിയതാണെന്ന് അവസാനം ഹൈക്കോടതി വിധിയും വന്നിട്ടുണ്ട്, അതും മറക്കണ്ട. ഞാൻ ആ കേസിനെ കുറിച്ച് വിധി വന്നിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ട മന്ത്രവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് പരിപൂർണനും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ കേസിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കില്ല. എനിക്കൊരു